ഇതെന്നെ ഫ്രഞ്ച് കിസ്സോ? ഓ ഇനി അടുത്തത് അവനാണോ കൊടുക്കണത്? നമ്മളാരായി? എന്റെ കയ്യിലുണ്ടെങ്കിൽ അരിയൊക്കെ കുത്തി 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 നിർത്തിയെടുക്കും. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതെ, ആ ബാസ്ക്യു ആദ്യം പറഞ്ഞ സ്വാഗതം. ഇതെന്നെ ഉമ്മ കൊടുക്കണോ? ഇതെന്നെ ഫ്രഞ്ച് കിസ്സോ? ഓ ഇനി അടുത്തത് അവനാണോ കൊടുക്കണത്? നമ്മളാരായി? ശശി. മൊമ്മാസിന് ആദ്യം കൊടുത്തു ഒരു ഉമ്മ, അതിന് അവനും ഒരു ഉമ്മ കൊടുത്തു. മൊമ്മാസ് എന്നാ പേടിച്ച് നിൽക്കണത്? മൊമ്മാസിന് ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ. വന്നേടാ ബാസ്ക്യു. അത് ഇവന് പേടിയാ, മൊമ്മാസിന് പേടിയാ. അടാ അങ്ങനെ പിടിക്കില്ലടാ, അവനടുത്ത് കൈ പിടിക്കുക, അതിന് പേടിയല്ലേടാ. പൂവൻ തലക്കിട്ട് കൊത്തുവിട്ടോ ബാസ്ക്യു, കൂടുതൽ ഉമ്മ കൊടുക്കാൻ പോയാ കൊത്താൻ ചുണ്ടുമില്ല. ഇതിങ്ങനെ പൊരിച്ച് കിട്ടിയ ചിക്കൻ ലെഗ് പീസ് ആക്കാറുന്നതാ ബാസ്ക്യുവിൻ്റെ ചിന്ത. അപ്പൊ ഈ ബാസ്ക്യു അവന് ഫ്രഞ്ച് കിസ് കൊടുത്തു ചേട്ടാ ബൊമ്മാസിന്. അപ്പം നമ്മളൊരു കാര്യത്തിന് വേറെ കാര്യമൊന്നുമില്ല, നമ്മളിതാ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി വലയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ മരുന്നൊക്കെ തെളിച്ച് പുല്ലൊക്കെ പോയി പറമ്പിൽ നിന്ന്. അപ്പോൾ ഇതാണ് വാതിൽ. ഞാനിവിടെ കയറി വന്നിട്ട് അടച്ചേരാം. അപ്പോൾ അതെ മമ്മാസിനെ അഴിച്ച് നമ്മൾ പറമ്പിൽ കൊണ്ടുവിട്ടു. ഇതാ അറിയൂലേ, ഇത് അവിടെ കല്ലേന്ന വലയൊന്ന് മാറ്റടാ. ഈ ചേട്ട കാലൊക്കെ കയറി ചവിട്ടി. താറാവിനും ഒക്കെ അടിച്ചേരല്ലേ? പറക്കോ ചേട്ടാ മുകളിലേക്ക്? പക്ഷെ ഇതേ വാഴയില കൊടുക്കണ ചെറുക്കാന്നാ പറയണേ. എന്നാ വേണ്ടേ? ഈ പൂവനെ കണ്ടിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ താറാവ് പൂവനെ കണ്ടിട്ട് താറാവ് നിന്ന് കരയുന്നേ. അല്ല മമ്മാസേ, പൂവ ഹാപ്പി. പക്ഷെ പൂവന് ഇതിൻ്റെ മേലെ പറക്കൂല ചേട്ടാ, ഈ വലയ്ക്ക് മുകളിൽ. ഇതിൽ വലിയതായിട്ട് പറക്കൂല പൂവന്മാർ. വല ഒത്തിരി താഴ്ന്നു പോയ ഫീല്. ഇവിടെ എന്നാൽ കുഴപ്പമില്ല, ദവടം കൊണ്ട് ഇച്ചിരി താഴ്ന്നു. എവിടെ? അതാരാ അടിച്ചു വെച്ചത്? നീ എന്നാ പണിയൊക്കെയാണേ കാണിച്ചോടെ? അതെന്തിനാ? ആണിയുണ്ട്, കുഞ്ഞുങ്ങളുടെ കാലിൽ ആണി കൊള്ളരുത്. ചാച്ച് വെക്കടാ. ഇവനിവിടെ കൊണ്ടുവിട്ടപ്പോൾ ഇവൻ പണ്ട് പോലെ ഇവിടെ ഉള്ളതെന്നുള്ള മട്ടിലാണല്ലോ ചേട്ടാ തിരഞ്ഞു തിന്നണേ. താറാവേ ഇറങ്ങി വരുന്നുണ്ടോ? ആ പൂവനെ ഞങ്ങൾക്കൊന്ന് കൊത്തണമെന്ന് ആ പൂവൻ താറാവാ പറയണേ. കുഞ്ഞുങ്ങളെ ഇങ്ങ് ഇറങ്ങിപ്പോരെ, പറഞ്ഞാടൂലേ? ഈസി. ഈസി, വീണ്ടും ഈസി. അറിയില്ല. ഇവൻ ബ്രെഡ് കൊടുക്കാൻ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടിടരുത് കേട്ടോടാ. ബാസ്കറ്റ് അവിടെ കിടന്ന് നോക്കുക. എല്ലാരും ഇറങ്ങി, അവിടെ നിന്ന് എല്ലാരും ഇറങ്ങി.
പൂവൻ അവരുടെ കൂടെ പോയി കൂടി. വാവ്, പൂവന് വിടയില്ലാതെ നടക്കുക. അവർ പറന്നിറങ്ങൂലേ? അതേ ചവിട്ടി ഇറങ്ങൂല ചേട്ടാ. വല്ല കല്ലും വെച്ച് കൊടുക്കാമെങ്കിൽ, പലകയിലേക്ക് ഒരു കല്ല് വല്ലതും വെച്ച് കൊടുക്കാമെങ്കിൽ പറ്റും. ഓ, ദേ താറാവ് പൂവന്റെ അടുത്തേക്ക് പോണു. ദേ പൂവന്റെ അടുത്ത് പോയി നിക്കണു. ഇവര് പണ്ട് മുതൽ പരിചയക്കാരാന്ന് തോന്നുന്നുള്ള ചേട്ടാ. ആ താറാവ് അഴിച്ചു വിട്ട വഴി ഓടി പൂവന്റെ അടുത്ത് ചെന്നു. നിങ്ങൾ കുടുംബക്കാരായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. രണ്ടിടത്തുനിന്നാണല്ലോ വാങ്ങിയേ. കുഞ്ഞുങ്ങളെ ഒന്നും വേണ്ട, പൂവന്റെ അടുത്തേക്കാ പോകുന്നേ. ചേട്ടാ ഇവര് കുടുംബക്കാരായിരുന്നു തോന്നണു. രണ്ട് താറാവും പൂവനോട് വിശേഷം ചോദിക്കണ്ട ചെന്നിട്ട്. എടാ നീ എപ്പോഴാടാ ഈ വീട്ടിലെത്തിയത്? ദേ ചേട്ടാ പൂവന്റെ അടുത്ത് ചെന്നിട്ട് രണ്ടും കൂടെ കിടന്ന് അരപ്പിക്കണ. പൂവൻ അന്തം വിട്ട് പൂവൻ ഓടിക്കളഞ്ഞ. നിന്നോട് ആരടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? നിന്നെ പേടിച്ചല്ലടാ ഞങ്ങൾ അങ്ങോട്ട് പോയതൊക്കെ ചോദിച്ചിട്ട് ഏണ്ടൊക്കെ പറയുന്നുണ്ട്. ഓ, കോഴികൾ പറക്കണ കണ്ടോ? ഒപ്പം താറാവും പറഞ്ഞു. ഭയങ്കര സ്വാതന്ത്ര്യ. ഇങ്ങ് നോക്ക, ഇങ്ങ് നോക്ക. എല്ലാം പറക്കുവാ ചേട്ടാ. പൂവ മാറിപ്പോയി. താറാവ് രണ്ടും കൂടെ ചെന്ന് പൂവനോട് നിന്ന് നിരപ്പിച്ച് എന്താ പറഞ്ഞെന്ന് പറ്റി നമുക്കറിയാൻ പാടില്ല കേട്ടോ. എടാ താറാവേ ഈ പൂവനോട് നിങ്ങളെന്താ പറഞ്ഞത്? പൂവൻ വരുന്നുണ്ട്. ഇതെന്തുവാടാ ഇവര് മണ്ണ് തിന്നുവാണോ ചേട്ടാ? ഓ താറാവിന് ഇതിലില്ലേ ചേട്ടാ, ഇതിലില്ലേ ഏറ്റവും കൂടുതൽ സന്തോഷം താറാവിനാ. അവരിത്ര നാളും കൂട്ടി കിടക്കുമല്ലായിരുന്നോ മണ്ണ് കാണാതെ. ഇനിയിപ്പോ ഇതിനകത്ത് നിൽക്കണ ഈ വാഴയ്ക്കൊക്കെ തീരുമാനമായിക്കോളൂ. താറാവ് വാഴ മൊത്തം കൊത്തി തിന്നും. വാത്തയല്ലേ. പൂവന് ഹാപ്പി, കോഴിക്കുഞ്ഞുങ്ങൾ ഹാപ്പി, താറാവ് ഡബിൾ ഹാപ്പി. ദേ താറാവേ ദേ വരുന്നു മമ്മാസ. പൂവനാണീ നോക്കിയിട്ട് നല്ലൊരു പെടേനെങ്കിലും കാണാനില്ല. പൂവനാകെ വിഷമായി പോയി. പൂവ മാറിക്കോട്ടോ, താറാവ് പിടിച്ച് കടിക്കും. രണ്ട് വിളി. ദേ പുറകെ നടന്ന് കൊത്ത് വാങ്ങിച്ചിട്ട് തിരിച്ചു പോണു. രണ്ട് കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ താറാവ് തിരിച്ചു പോവാ. താറാവ് തിരിച്ചു പോയി പുറകെ പോയി മമ്മാസിനെ കൊത്തിയതാ. ചാരെടുത്തു കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാ. താറാവ് എരപ്പിക്ക, പൂവനെ കണ്ടോടുകൂടി എരപ്പിക്ക കിടന്നോണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. പൂവന്റെ അടുത്ത് പോയി പൂവൻ രണ്ട് കൊത്ത് കൊടുത്തപ്പോ തിരിച്ചു ഓടുക. പേടിച്ച് ആ പൂവൻ കോഴി അവിടെ മര്യാദയ്ക്ക് നിന്ന് പറഞ്ഞു. താറാവ് ഇങ്ങോട്ട് കയറിയത്. സമയം പോവാ ഇതിനകത്ത് കയറി നിന്നാ മതി. ഒരു നല്ല രസമായിരിക്കും. കാണാൻ പോയതാ. ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല.
ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഡീസൻ്റായിട്ട് കിടക്കണേന്ന് നോക്കിയേ. ഈ താറാവിനാണല്ലോ ഇത് മേടിച്ചു വെക്കാൻ ചട്ടി, മറ്റേ കൂട്ട് വെള്ളത്തിൽ ചാടാൻ. വെള്ളത്തിൽ ചാടാൻ മണ്ണിച്ചിരി മാറ്റി മണ്ണിലേക്ക് പയ്യ. ആ ശരിയാ. എന്നാൽ പിന്നെ താറാവ് വെള്ളത്തിൽ കിടന്നോളൂ. പിന്നെ അല്ലെങ്കിൽ ആ പൂവൻ താറാവാ കൊത്താൻ പോയതേ. ഇപ്പൊ പോയി പെടത്താറാവിന്റെ പുറകെ പോയി നിൽക്കുക. അതല്ല, ഈ പൂവനെ കണ്ട വഴി തന്നെ താറാവ് ഇറങ്ങി ചെന്ന വഴി രണ്ടുപേരും അതെ ഓടി ചെന്നിട്ട് കരകര കരകര കരകരാന്ന്. അല്ലല്ല, വെള്ളം അതാ പൂവൻ. ആ പെടേനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അഴിച്ചു വിട്ട വഴി പെട പൂവന്റെ അടുത്ത് ഓടി ചെന്നായിരുന്നു. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ സാമ്രാജ്യം അല്ലടാ, നീ എവിടെ നിന്ന് വന്നടാ? അത് പൂവാ, ചുമ്മാ നിക്കണവരെ പോയി കൊത്തിയാ നിന്നെ പിടിച്ച് കൂട്ടിയിടും കേട്ടോ. അത് വേറെ. എടാ ഇത് എന്നതാടാ ഇത്? വിട്ടേടാ. എന്നാ പൂവനെ പിടിച്ചകത്തിടും. സ്വാതന്ത്ര്യം കിട്ടിയ എൻ്റെ. അത് വേറെ ഒന്നുമല്ല, താറാവാ പ്രശ്നം. രണ്ടുപേരും അഴിച്ചു വിട്ട വഴി ചുമ്മാ നിന്ന പൂവന്റെ അടുത്ത് പോയി കരകര കരകരാന്ന് കേൾപ്പിച്ച പിന്നെ പൂവൻ കൊത്തൂല പിടിച്ച. ഈ കുഞ്ഞ് ചിന്തിക്കുക, ഇട്ട തീറ്റ തടിയിലുള്ള കിടക്കണ. അതെ, ഈ അരിഞ്ഞത് മൊത്തം ഇവിടെയാണല്ലോ. അത് തീറ്റയും കൊണ്ട് ഓടുമ്പോ അവിടുത്തെ കൊത്താൻ പോണതാ. ഈ വെള്ളയുടെ മേലിരിക്കണ നോക്കിക്കേ ചേട്ടാ. ദേ 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 ആ താറാവ് ഇതിനോട് പറയും ഇതിൻ്റെ അടി വന്ന് നിൽക്കാൻ പൂവൻ കാണൂല. അങ്ങോട്ട് പോയി കൊത്തുണ്ടാക്കിയിട്ട് ഇപ്പോൾ താറാവിന് നിക്കക്കള്ളിയില്ല. മനുഷ്യൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇങ്ങോട്ട് വന്ന് കയറും, പിന്നെ നിക്കക്കള്ളിയില്ല. മറ്റുള്ളവരുടെ അടുത്തേക്ക് ചുമ്മാ ഇരിക്കണവരെ വായി കോലിട്ട് കുത്തുന്നിട്ട് പിന്നെ കേട്ടോണ്ടിരിക്കുക. അതാ രസം. താറാവിന് പറ്റിയത് ഇപ്പം അത് തന്നെ. അതെ, വെള്ളം പോയി കുടിച്ച്. ഇത്ര കൊത്തുണ്ടാക്കിയതാണല്ലോ എന്ന് ഓർത്തിട്ട് വെള്ളം പോയി കുടിക്കുന്നു. വേണി അതിനകത്തുനിന്ന് ഇറങ്ങി മുങ്ങിക്ക താറാവേ. അപ്പൊ അതെ, യാതൊരു ശല്യം ഉണ്ടാക്കാത്ത പിള്ളേരാണ് കേട്ടത് നമ്മുടെ കൽഗം. പക്ഷെ ഇവര് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. അതെ, താറാവ് പോയി കൽഗത്തിനടുത്ത് കൊത്താൻ പോണു. ആ കൽഗത്തിനെ പോയി കൊത്തി, ഒരു കാര്യവും ഇല്ലാതെ. പൂവനെ കൊത്തി, അതല്ല പൂവനെ കൊത്തിയോടുകൂടി മതിയായി അവർക്ക്. എനിക്കൊന്ന് പറക്കണ്ടായിരുന്നു, ചുമ്മാ നടന്നാൽ മതിയോന്ന്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ അത്. കൂട്ടിനകത്തുനിന്ന് ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാതെ നിന്നവനാ കൂടിനകത്ത്. നമ്മൾ വല ഇട്ടേക്കണ എല്ലാവരും കണ്ട വലയൊക്കെ അടിയിലേക്ക് കമ്പി വെച്ച് വളച്ചടിച്ച് താഴ്ത്തിയിട്ട് നമ്മൾ ഇല്ലി കൊണ്ടുവന്ന് ഇല്ലിയിലേക്ക് വല കെട്ടിയേക്കുക. നല്ല ടൈറ്റായിട്ടാണ് കണ്ട, നല്ല ടൈറ്റായിട്ടാ വല. അപ്പോൾ പുറത്തുനിന്ന് ഇഴജന്തുക്കളൊന്നും കയറത്തില്ല. മണ്ണിട്ട് നമ്മൾ ശരിക്ക് വല അടിച്ച് താഴ്ത്തി മണ്ണൊക്കെ ഇട്ട് മൂടി ഭയങ്കരമായി സെറ്റപ്പാക്കി എടുത്ത് ഒന്നും പുറത്തുനിന്ന് കയറാൻ പറ്റാത്ത രീതിയിലേക്ക്. കൽഗം കുഞ്ഞുങ്ങൾ അതുപോലെ ഭയങ്കര ഹാപ്പിയാണ്. ഇവന്മാർ വലുതായാൽ പിന്നെ ഒരു താറാവും പൂവനും ഇവരെ കൊത്താൻ വരില്ല. ഓടിച്ചിട്ട് കൊത്തും. ഇവരുടെ സൗണ്ട് എനിക്കിഷ്ടമായി. മയിലില്ലേ, പീക്കോക്ക്, അവരുടെ സൗണ്ട് പോലെ വരും. ആ തീറ്റ കൊടുത്തേക്കണ അങ്ങ് ഇറക്കി വെക്കടാ, തിന്നോളും. മൊത്തം തിന്നോ? പിന്നെ അരി കൊടുത്തായിരുന്നു. അരി ലാസ്റ്റാ കൊടുത്ത്. ഞാൻ 3 വാഴക്കൂമ്പും താറാവിന് 5 വാഴക്കൂമ്പും. ഇന്നലത്തെ ചോറ് എടുക്കണോ പോയി. ആ പാത്രത്തിനകത്ത് ഇരിപ്പുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് ആ പാത്രത്തിനകത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തോണ്ട് പോവാ.
പൂവാ ബൊമ്മാസേ, ഇതിപ്പോൾ ഉള്ളതെല്ലാം ബൊമ്മാസാണല്ലോ. ചേട്ടൻ എന്തിനാ ചിരിക്കണേ? ദേ ചേട്ടാ, ആ കോഴിക്കുഞ്ഞ് വന്നത് ചേട്ടൻ്റെ അടുത്ത് നോക്കി നിൽക്കണം. ആ കഴുക പണ്ടേ ഞാൻ കോഴിക്കൂട്ടി കയറുമ്പോഴുണ്ടല്ലോ, കോഴികളെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇരിക്കൂട്ടോ. എന്നെ കാണണം, ഒരു പറന്ന് വന്ന് എൻ്റെ തോളത്ത് വന്നിരിക്കും. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അരിയൊക്കെ കാണും, എന്തെങ്കിലും കുത്തി 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 ഇതിട്ട് നിർത്തിയായിരിക്കും. അത്ര ഇതായിരുന്നു. തീറ്റയും കൊണ്ട് കയറണോണ്ട് എല്ലാവരും കൂടെ വന്ന് പറന്ന് കയറണ. അല്ല, ഞാൻ തന്നെയല്ലോ നോക്കൂ, വേറെ ആരും ഇല്ലല്ലോ, എല്ലാ കാര്യം ഞാനല്ലേ. മഴ പെയ്യുമ്പം അല്ലെങ്കിൽ കൂടിൻ്റെ അടിക്കാറ് നിന്നോളും. ഉമ്മാരെല്ലാരും കൂടെ വഴക്കുണ്ടാക്കും. ഹലോ ഹലോ, ഇതെങ്ങോട്ടാ ഈ കൂനി കൂനി ഓടണേ? നമ്മളിതാ ഇങ്ങനെ ചെരിച്ച് 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 നല്ല അത്യാവശ്യം നല്ല വിസ്താരത്തിലാട്ടോ കോഴി വളർത്തൽ ആരംഭിച്ചിരിക്കുന്നത്. ചേട്ടനാണെങ്കിൽ വാഴത്തട എല്ലാം കൊത്തി അരിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വാടാ നിങ്ങളെ. നീ എവിടെയാടാ ചോറ് കൊണ്ടിട്ട് കൊടുത്തേ? ചോറ് എവിടെ വെച്ചേക്കണേ? അത് കഞ്ഞി ബേബെ 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 അത് കൊത്തി തിന്നോടാ. ഇവനങ്ങനെ ഈ നാടൻ കോഴികൾ ഈ വാഴയൊന്നും തിന്നൂല അങ്ങനെ, അല്ല ചേട്ടാ? ബേബെ 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 ബേബെ. പൂവനെ കണ്ടോടുകൂടി വന്ന താറാവ് തിരിച്ച് തിന്നിട്ട് ഇങ്ങനെ ചന്തി കുളിക്കണം. പൂവ തിന്നോടാ. ബേബെ 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 ബേബെ. മതിയുടെ പൂവനുള്ളതുകൊണ്ട് വരൂല്ലടാ. ഇത് നിൽക്കണമെങ്കിൽ ഇതിനൊന്ന് കൊത്തണമെന്നുണ്ട് പൂവനെ കയറി, പക്ഷെ വേണ്ട വേണ്ട, അതിനെ ഓടിക്കണ്ട. ഈ പൂവനങ്ങും ഇഷ്ടപ്പെട്ടില്ല. പൂവനോർത്ത് എന്തോ വലിയ കാര്യമായി വിളിച്ചത്, വിളിച്ചു വരുത്തിയിട്ട് സദ്യയില്ല അത് പൂവൻ പറയുക. പൂവത്തെ താറാവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോണ്. ബേബെ ബേബെ ഇതേടാ കുഴപ്പമാ ചോറ്. ബേബെ 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 ബ ബ ബ ബ. നീ ഓടിക്കണ്ട, അല്ല വന്ന് തിന്നട്ടെ. ബേബെ 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 ബേബെ. രീ 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 രീ. ബാ ബാ, വേണ്ട ചേട്ടൻ്റെ കൂടെ വന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കൂട്, നമ്മുടെ കോഴിത്താറാവും കൂട്. ബാ ബേബെ ബേബെ രണ്ട് ഓടിക്കണം. ഇതിപ്പോൾ ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോ ചേട്ടാ. എന്നാ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ബേബെ 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 ബേബെ. കുഞ്ഞുങ്ങളെ, പണ്ട് ഞാൻ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പറന്ന് വരുമായിരുന്നു. വാവ്, ഇപ്പോഴാ കാണുന്നേ. ഈ വിളിയെല്ലാം വിളിച്ചത് ഇത് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നേരം എന്തായിരുന്നു അഹങ്കാരികൾ. പൂവൻ എന്തിയാടാ? പതുക്കെ വരുന്നുണ്ടാവൻ. പൂവൻ്റെ എൻട്രിയാണ്. ടിങ് ടിങ് ടിടിങ് ടിങ്. താറാവ് തിന്നുമെന്ന് പറഞ്ഞപ്പോൾ കാണാം. എപ്പോഴാണ് പൂവൻ കാണുന്നത് കേട്ടോ. എപ്പോഴാണ് അവൻ തീറ്റ കണ്ടെന്ന് തോന്നുന്നു. എപ്പോഴാണ് പൂവൻ തീറ്റ കണ്ടേ. പൂവൻ്റെ എൻട്രി വന്ന് കണ്ടോ കേട്ടോ. നമ്മൾ നിൽക്കണോണ്ടാണേ തീറ്റ കണ്ട് അവർ ഓടിക്കളഞ്ഞ് കണ്ടോ. ഓരെണ്ണെടുത്ത് കൊത്തി മാറ്റിയിട്ട് നോക്കും. ഈ പൂവൻ അങ്ങനെയാ, എന്നിട്ടേ അവൻ തിന്നുള്ളൂ.
ഭയങ്കരൻ. ആ താറാവാ കുഞ്ഞിൻ്റെ ഒരു കൊത്ത് നല്ല രസമാണ്. ഇവിടെ ഒരു കസേരയും കൊണ്ടിട്ടിട്ട് ഇരിക്കാറുന്നു. ഇവരുടെ ഇത് കാണണം, നല്ല ഭംഗിയല്ലേ. ഇത് പൂവൻ ഒറ്റയ്ക്ക് നിന്ന് തിന്നണം, ഒറ്റയ്ക്ക് നിന്ന് രാജാവിനെ പോലെ നിന്ന് തിന്നുന്നു. വേടാ അപ്പോ ചേട്ടായി ആണ്ട പോണോ, തുറന്നപ്പോ ഞങ്ങളിറങ്ങി പൊക്കോളാം. ഒരു തവണ വഴി കണ്ടുപിടിച്ച ഇവർക്ക് പിന്നെ മനസ്സിലാകൂട്ടോ. നീ അങ്ങ് ഇറങ്ങിക്കേ, അങ്ങ് ഇറങ്ങാ. അപ്പൊ നമ്മ കലക്കറി ചവിട്ടി ചളിയാക്കി, തളിവുണ്ട് ചവിട്ടിയന്നെ. പോവാ ഒറ്റയ്ക്കൊന്ന് തിന്നാണോടാ. ബൊമ്മാസാന്നും പറഞ്ഞു വാങ്ങിയതാ, ഇനിയിപ്പോൾ വേറെ ബൊമ്മാസിന് വാങ്ങണ്ട വരുമല്ലോ. ഇതേ നോക്കാം ചെളി. അപ്പൊ കുഞ്ഞുങ്ങളെ എൻജോയ്. തുറന്നു വിടുമ്പോൾ നമുക്ക് തീറ്റ കുറച്ച് മതി. അത് ശരിയാ. ദേ ഇന്നൊരു കാര്യം ചെയ്യാം, ഫുഡ് വേസ്റ്റ് ഇടുന്നതിലേക്ക് ഇനി പ്ലാസ്റ്റിക്കോ കൂടോ പേപ്പറോ ഒന്നും ഇടണ്ട. ഫുഡ് വേസ്റ്റ് മാത്രം. ആ താറാവ് തിന്നോളും, വേറെ ആരും തിന്നണ്ട. അപ്പോ പാഷൻ ഫ്രൂട്ട് ഉണങ്ങി മുകളിലിരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യുവോ, എൻ്റെ കാലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു തരുമോ? മമ്മാസേ ഹലോ, ചെളി കണ്ടിട്ട ചെളിയിലേക്ക് വെള്ളം കുത്തി ഒഴിച്ചോ. ആയി നല്ല ചേട്ടൻ, വെഞ്ചാര ചേട്ടൻ. ഞാൻ കൂട്ടി പിടിക്കാം. പണ്ടൊക്കെ ഇങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ പിടിക്കുക, വെള്ളം ഒഴിച്ചല്ലായിരുന്നോ? താങ്ക് യു. ബാസ്ക്യുവേ, വാവ് ബാസ്ക്യു, വാഴത്തോട്ടത്തിലൊരു രാജകുമാരൻ. മഴക്കാറുണ്ട് ചേട്ടാ, മൂടല. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമില്ല ഇത് കാണാൻ. ഇത് കട്ടച്ചെമ്പരത്തി. സമയം 11:01. ഇതുണ്ടോ, കട്ടച്ചെമ്പരത്തിയാണ്. ഇത് കേശവർദ്ധിനിയുടെ പൂവാണ് കേട്ടോ. പിന്നെ ദാ ഇത് ചീര പൂത്തിരിക്കുന്നതാണ്. ചീരപ്പൂ ആരെങ്കിലും അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ കട്ട ചെമ്പരത്തി, കാണാൻ നല്ല ഭംഗിയല്ലേ, റോസാപ്പൂ പോലെ ഇരിക്കും. ഇത് കണ്ട തുളസി. പിന്നെ നമ്മുടേതാ ചുവന്ന ചെത്തി. പിന്നെ നമ്മുടെ റോസ് ചെത്തി. അപ്പോൾ ഇതിൻ്റെ കമ്പ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പെടുത്ത് കുഴിച്ചിട്ട് നോക്കാം. ഇത് ആനസ് പൂവ്. ഇതേത് പൂവാ? ഞങ്ങൾ മരവാഴ എന്നൊക്കെ പറയൂട്ടെ, എനിക്കറിയത്തില്ല. ഇതിൻ്റെ റെഡാണിത് കേട്ടോ, റെഡ്. അതിപ്പോൾ പൂ ഇനിയിപ്പോൾ ഞെക്കൊരു അടുത്ത പൂവായിരുന്നു, നമ്മൾ തറവാട്ടിൽ നിന്ന് ഇന്നാൾ കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ നമ്മുടെ റോസ, നല്ല റോസാ പൂവ്. ഇത് ചെത്തി പിന്നെ പറയാനില്ല, ചെത്തി നിറച്ച് പൂത്തിട്ടുണ്ട് ഇത്തവണ. പിന്നെ ഇവിടെ എല്ലാം വീണ്ടും കാടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇത് നട്ടിട്ടുണ്ട്, ബന്ദിപ്പൂ നിറച്ച് പാകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെത്തി, ഇതെല്ലാം നമ്മൾ പണ്ടപ്പള്ളിയിൽ ചെത്തിയ വാഴക്കാട് നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് ജോസിയേട്ടൻ അവിടെ നിന്ന് കൊണ്ടു തന്നതാണ്. അതാണെങ്കിൽ നിറച്ച് പൂവും കായതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 10 മണി പൂവ് കേട്ടോ, 10 മണിപ്പൂവ് പൂവുണ്ടായിട്ടുണ്ട്. നമ്മൾ വാഴക്കാട്
മഞ്ജുവിൻ്റെ അടുത്തുനിന്ന് കൊണ്ട് നട്ടതാണ്. എടാ ഇതെന്തുവാടാ ഈ ചെയ്യുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ അടിച്ചു പൊട്ടിക്കണു. ഇവന് വട്ടാന്ന് പറയണം. പിന്നെ മുല്ലപ്പൂ പോയിട്ട് നമ്മൾ അതിനെ ഒപ്പിച്ചെടുത്തതാണ്. ഇനി ഈ സൈഡൊന്ന് കെട്ടണം. എങ്ങനെയെങ്കിലും ആ സൈഡ് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നു. കാശ് വന്നറിയാൻ നമ്മളിവിടെ എല്ലാം കെട്ടി മതിലാക്കി സെറ്റപ്പൊക്കെ ആക്കി എടുത്തേനെ.